നമസ്കാരം സുഹൃത്തുക്കളെ, PQ ടൈംസിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് PQ ടൈംസിലെ കേരള ഹിസ്റ്ററിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏതാണ് എന്നാണ് ചോദ്യം. അതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം നടന്ന വർഷം 1729, കുളച്ചൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721, ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. 4 വർഷവും വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കറിയണം ആദ്യം വരേണ്ടത് ഏതാണ്? 21 അല്ലേ? 3 എന്ന ഓപ്ഷനാണ്. ആറ്റിങ്ങൽ കലാപം കഴിഞ്ഞ് പിന്നെ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം രണ്ടാമത്, 3 കുളച്ചൽ യുദ്ധം, 4 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഓപ്ഷൻ ഏതാ വരുന്നത്? സി ആണ് അല്ലേ? സി എന്ന ഓപ്ഷൻ ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് 1729 മുതൽ 1758 വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം ഡച്ചുകാരുമായിട്ട് നടത്തിയത് അല്ലെ, കുളച്ചൽ യുദ്ധം പഠിച്ചു വെക്കണം. കുളച്ചൽ യുദ്ധം നടന്നത് 1741. മാസവും പഠിക്കണം, ഡേറ്റും പഠിക്കണം. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ്. പഠിക്കണേ, മാസവും വിത്ത് ഡേറ്റും കൂടി പഠിക്കണം കേട്ടോ. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ്. അതുപോലെ മാവേലിക്കര ഉടമ്പടി ഏത് വർഷമാണ്? 1753 കേട്ടോ. 1753 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും നടന്നതാണ് മാവേലിക്കര ഉടമ്പടി. അത് 2 ഉടമ്പടികളും പഠിച്ചു വെക്കണം. പിന്നെ നമുക്ക് മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് ഇംഗ്ലീഷുകാരുമായിട്ട് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് കേട്ടോ. വേണാട് ഉടമ്പടി പ്രീവിയസ് ചോദ്യമാണ്. 1723 ഇംഗ്ലീഷുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി കേട്ടോ. അതുപോലെ പുറക്കാട് യുദ്ധം നടന്ന വർഷം കേട്ടോ. പുറക്കാട് യുദ്ധം അത് മാർത്താണ്ഡവർമ്മയാണ് യുദ്ധം നടത്തിയിരിക്കുന്നത്. ആ പുറക്കാട് യുദ്ധം നടന്ന വർഷം 1746. 1746 അതേപോലെ ഇവിടെ പഠിക്കാനുള്ളതില് 1750 ഒന്നാം തൃപ്പടിദാനം നടത്തുന്നത് കേട്ടോ. ഒന്നാം തൃപ്പടിദാനം നടത്തുന്നത് മാർത്താണ്ഡവർമ്മയാണ് കേട്ടോ. ഒന്നാം തൃപ്പടിദാനം. അതേപോലെ ഒന്നാം തൃപ്പടിദാനം 1750 മറക്കാൻ പാടില്ല. രണ്ടാം തൃപ്പടിദാനം നടന്ന വർഷം 1766 കേട്ടോ. 16 വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടാം തൃപ്പടിദാനം നടക്കുന്നത് കേട്ടോ. ഒന്നാം തൃപ്പടിദാനം 1750, 1766 രണ്ടാം തൃപ്പടിദാനം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്താ ഈ തൃപ്പടിദാനം എന്ന് പറയുന്നത്? എന്താ ഈ തൃപ്പടിദാനം? മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യത്തെ ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത്? മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് കേട്ടോ, പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. 1750 ജനുവരി മാസം 3-ാം തീയതിയാണ് ഒന്നാം തൃപ്പടിദാനം നടക്കുന്നത്. 1766 രണ്ടാം തൃപ്പടിദാനം നടക്കുന്നത് കേട്ടോ. അതിൽ ഒന്നാം തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണെങ്കിൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് കേട്ടോ. കാർത്തിക തിരുനാൾ രാമവർമ്മ. പഠിക്കണേ, രണ്ട് നടത്തിയത് ഒരാളല്ല കേട്ടോ. 1750 ജനുവരി മാസം 3-ാം തീയതി ഒന്നാം തൃപ്പടിദാനം നടത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണെങ്കിൽ 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ്. ഇനി ഈ തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാണ്?
തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ആരാണ്? ഉമാ മഹേശ്വരിയാണ്. ഉമാ മഹേശ്വരിയാണ് തൃപ്പടിദാനം എന്ന കൃതി രചിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പഠിച്ചത് 1729 മുതൽ 1758 വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് മാസം 10-ന് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ്. മാവേലിക്കര ഉടമ്പടി 1753 ഓഗസ്റ്റ് 15-നാണ്. വേണാട് ഉടമ്പടി 1723 ഇംഗ്ലീഷുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. പുറക്കാട് യുദ്ധം 1746-ലാണ്. 1750 ജനുവരി 3-നാണ് ഒന്നാം തൃപ്പടിദാനം. 1766 രണ്ടാം തൃപ്പടിദാനം. തൃപ്പടിദാനം എന്ന് പറയുന്നത് തന്റെ രാജ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നതിനെയാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. തൃപ്പടിദാനം എന്ന കൃതി രചിച്ചത് ഉമാമഹേശ്വരിയാണ്. എങ്കിൽ നമുക്ക് കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം ഒക്കെ നമുക്ക് നോക്കാം. പുതിയ SSCRT ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കൂടിയിട്ട് നമുക്ക് നോക്കി പഠിക്കാം. ഇനി കുളച്ചൽ യുദ്ധം നമുക്ക് പഠിച്ചു. നമ്മൾ മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണത്തിൽ മാർത്താണ്ഡവർമ്മയുമായിട്ട് കുറച്ച് കാര്യങ്ങൾ മുൻകാല ചോദ്യങ്ങളൊക്കെ പഠിച്ചു വന്നു. ഇനി അതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് കുളച്ചൽ യുദ്ധം അല്ലെ, ബാറ്റിൽ ഓഫ് കുളച്ചൽ. നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. പുതിയ SSCRT ആണ് കേട്ടോ. 1741 നമ്മൾ ഏതാ വർഷം പഠിച്ച മാസം? ഓഗസ്റ്റ് 10-ാം തീയതി. ഇത് എപ്പോഴും ചോദ്യം വരും. ഓഗസ്റ്റ് 10 എന്നുള്ളത് 1841 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച്. പ്രീവിയസ് ചോദ്യമാണ് ഈ കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, കന്യാകുമാരിക്കാണ് കേട്ടോ. കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ആരാ പരാജയപ്പെട്ടത്? ഡച്ചുകാരാണ് പരാജയപ്പെട്ടത് കേട്ടോ. കുളച്ചൽ യുദ്ധത്തില് ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു. ചോദ്യം വരും, ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ അത് കുളച്ചൽ യുദ്ധമാണ്. പ്രീവിയസ് ചോദ്യമാണ്. കുളച്ചൽ യുദ്ധ സ്മാരകം ഇവിടെ കാണിക്കുന്നുണ്ട്. 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് ഏത് കുളച്ചൽ യുദ്ധം. ഓഗസ്റ്റ് 10, മറക്കാൻ പാടില്ല. ഓഗസ്റ്റ് 10 കേട്ടോ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ്. അതിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നത്. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ശക്തി എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കേട്ടോ. കുളച്ചൽ എന്ന് പറയുന്നത് എവിടെയാ? തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കേട്ടോ. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്. പഠിക്കണം. മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ കീഴടങ്ങിയിട്ടുള്ള ആ ഡച്ചുകാരായിട്ടുള്ള സൈന്യാധിപൻ ആരാണ്? ഡിലനോയ് ആണ് അല്ലെ. ഡിലനോയ് ആണ് ഡച്ചുകാരുടെ മുമ്പിൽ മാർത്താണ്ഡവർമ്മയുടെ മുന്നിൽ കീഴടങ്ങിയത്. ഡിലനോയ് ആണ് കേട്ടോ. അതേപോലെ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപൻ കൂടിയിട്ടാണ് ആര്? ഡിലനോയ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ചോദ്യം? തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഡിലനോയ് ആണ് കേട്ടോ. ഡിലനോയ് ആണ്. ഡച്ച് സൈന്യാധിപൻ എന്ന് ചോദിച്ചാൽ അത് ഡിലനോയ് ആണ് കേട്ടോ. ഡിലനോയിന്റെ സ്മാരകം ഉണ്ട്. അത് എവിടെയാണെന്ന് അറിയാം? ഡിലനോയുടെ സ്മാരകം കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് കേട്ടോ. കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഉദയഗിരി കോട്ട നിർമ്മിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വേണാട് രാജാവാണ് കേട്ടോ. വേണാട് രാജാവ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കുളച്ചൽ യുദ്ധത്തെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. 1741 ഓഗസ്റ്റ് 10-ന് തമിഴ്നാട്ടിലെ കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചിൽ വെച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ്. ഇതിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഒരു യുദ്ധമായിരുന്നു. അതിൽ പരാജയപ്പെട്ടത് ആരാണ്? ഡിലനോയ് എന്ന സൈന്യാധിപനാണ്. ഡച്ചുകാരുടെ സൈന്യാധിപനാണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ് എന്ന് പറയുന്നത്. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിക്കടുത്തുള്ള ഉദയഗിരി കോട്ടയിലാണ്. ആ ഉദയഗിരി കോട്ട പണി കഴിപ്പിച്ചത് വേണാട് രാജാവാണ്. നെക്സ്റ്റ് വൺ, ആറ്റിങ്ങൽ കലാപം നോക്കാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു. പ്രീവിയസ് ചോദ്യം ഒരുപാട് പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ആദ്യകാല അതായത് ഒരു വാക്ക് നന്നായി ശ്രദ്ധിക്കണം. സംഘടിത കലാപം എന്ന് തന്നെ വരണം കേട്ടോ. എന്നാലാണ് അത് ആറ്റിങ്ങൽ കലാപമായിട്ട് വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ കലാപം ഏതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്.
ഓക്കെ, ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ കലാപം 5 തെങ്ങ് കലാപമാണ്. പക്ഷെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം എന്ന് ചോദിക്കുമ്പോൾ മാത്രമാണത് ആറ്റിങ്ങൽ കലാപം വരുന്നത്. 1821 ആറ്റിങ്ങൽ കലാപം കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്തെ അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. എന്നും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ട് ആറ്റിങ്ങൽ റാണിക്ക് വർഷം വർഷം സമ്മാനങ്ങളും പാരിതോഷികങ്ങളൊക്കെ നൽകുകയാണ്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാണ്? ആധിപത്യം സ്ഥാപിക്കുകയാണ്. അപ്പൊ നാട്ടിലെ പ്രമാണിമാർ ഇനി ഇത് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് ഒരു ചിന്താഗതി വരികയും നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതി എന്ന അവരുടെ അഭിപ്രായത്തെ വകവെക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള ഗിഫോർഡ്, ശ്രദ്ധിക്കണം, ഗിഫോർഡ് 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായി നൽകാനായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഈ സംഘത്തെ വർഗ, വർണ്ണ, ജാതി, മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളന് ഉപരോധം ഏർപ്പെടുത്തി കേരളത്തിലെ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യം അർഹിക്കുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആറ്റിങ്ങൽ കലാപം. ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘമാണ് ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായിട്ട് നൽകാനെത്തിയത് കേട്ടോ. അതവിടെ പഠിച്ചു വെക്കുക. അതേപോലെ ഈ ആറ്റിങ്ങൽ കലാപവുമായിട്ട് നോക്കൂ, സ്ത്രീ മുന്നേറ്റം നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവനിതയാണ് കിട്ടൂർ റാണി ചെന്നമ്മ. 2025 ലാസ്റ്റ് ഡിസംബർ മാസത്തിൽ നടന്ന ഒരു എക്സാമിന്റെ ചോദ്യമാണ്. കിട്ടൂർ റാണി ചിന്നമ്മ എവിടത്തെ നാട്ടുരാജ്യത്തിലെ അംഗമായിരുന്നു എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കർണാടകയാണ്. അതൊക്കെ ഈ പാരഗ്രാഫിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോ കിട്ടൂർ റാണി ചിന്നമ്മ എന്ന് പറയുന്നത് എവിടുത്തെ ഭരണാധികാരിയാണ്? കർണാടകയിലെയാണ് കേട്ടോ. കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു എവിടെ? കിട്ടൂർ എന്ന് പറയുന്നത്. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ എത്രമാണ്? 3 കേട്ടോ. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. പഠിച്ചു വെക്കണം. കിട്ടൂർ എന്ന് പറയുന്ന സ്ഥലം കർണാടകയാണ്. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു അന്നത്തെ കിട്ടൂരിന്റെ ഭരണാധികാരി 3ാം ആംഗ്ലോ മറാത്ത യുദ്ധം ആ സമയം. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. അപ്പൊ കിട്ടൂർ റാണി ചെന്നമ്മ എവിടുത്തെ കാര്യമാണെന്ന് ചോദിച്ചാൽ കർണാടകക്കാരിയാണ്. കിട്ടൂർ എന്ന പ്രദേശം കർണാടകത്തിലെ ഒരു അംഗമാണ്. അതേപോലെ 3ാം ആംഗ്ലോ മറാത്ത യുദ്ധ സമയത്തില് ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി. അന്ന് ആ സമയത്ത് കിട്ടൂർ ഭരിച്ച ആരെന്ന് ചോദിച്ചാൽ ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു. അവരുടെ വിധവയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. പിന്നീട് യുദ്ധം പ്രഖ്യാപിച്ചു ഇവർക്കെതിരെ. 1829 അവര് മരണപ്പെടുകയാണ് ചെയ്തത്. അതേപോലെ ഇവിടെ ഒരു പാരഗ്രാഫ് ഒന്ന് നോക്കാം. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. അതാണ് ഞാൻ നേരത്തെ നോട്ട് ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ വേർതിരിച്ച് പഠിക്കണം കേട്ടോ. കൺഫ്യൂഷൻ എവിടെ വരുന്നോ അവിടെ ഒന്ന് പോയിന്റ് ഓഫ് ചെയ്തിട്ട് പഠിച്ചേ പറ്റൂ. ആദ്യകാല സംഘടിത കലാപം ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏത് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപമാണ് കേട്ടോ. തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപമാണ്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാര്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താ ചെയ്യുന്നത്? ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. അടുത്ത എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. ഇന്ത്യൻ സൈനികരുടെ വെല്ലൂർ കലാപത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു. അവിടെ കുരുമുളക് കുത്തക വ്യാപാരവും എല്ലാം ഉണ്ടാകും. അപ്പൊ അത് കേട്ടിട്ട് വേഗം കുരുമുളക് വ്യാപാരം ഒന്നും ചിന്തിക്കാൻ പാടില്ല.
അവിടെ ആറ്റിങ്ങൽ കലാപം നമുക്കറിയാം കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടും ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടും ബ്രിട്ടീഷുകാർ ചെയ്ത പ്രവൃത്തിക്കെതിരെയാണ് സംഘടിത കലാപം നടക്കുന്ന ആറ്റിങ്ങൽ കലാപം. എന്നാൽ ഇവിടെ അതല്ല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താ ചെയ്യുന്നത്? ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. നന്നായിട്ട് സെക്ഷൻ തിരിച്ചു തന്നെ പഠിക്കണം. 1806 വെല്ലൂർ കലാപം. അതിനു മുമ്പേ 1721 ആറ്റിങ്ങൽ കലാപം. രണ്ടും വേർതിരിച്ച് മാറ്റി പഠിക്കാം. ഇനി അതേപോലെ അതില് ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചിട്ടൊന്നും പറയേണ്ട, ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. 1678 അത് പഠിക്കാം അല്ലെ. 6, 7, 8 അല്ലെ. 1678 to 1702 കാലയളവിൽ 12 വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ച കൃതിയാണ്. പ്രീവിയസ് ചോദ്യമാണ്. ഹോർത്തൂസ് മലബാറിക്കസിലെ വാല്യങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. 12 ആണ്. നെതർലൻഡ്സിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. പ്രീവിയസ് ചോദ്യമാണ്. നെതർലാൻഡ്സിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിലാണ് ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. മലയാള ഭാഷ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം. പ്രീവിയസ് ചോദ്യം. മലയാള ഭാഷ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ്. അതിൽ തെങ്ങ് എന്നതായിരുന്നു ആദ്യമായി അച്ചടിക്കപ്പെട്ട പദം. പ്രീവിയസ് ചോദ്യമാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം എഴുതിയ മലയാള പദം ഏത് എന്ന് ചോദിച്ചാൽ അത് തെങ്ങാണ്. കാലഘട്ടം 1678 to 1702 ആണ്. 12 വാല്യങ്ങളാണ്. പിന്നെ എന്താണ്? നെതർലാൻഡ്സിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇതിന്റെ കൃതി പ്രസിദ്ധീകരിച്ചത്. മലയാളം ഈ ഒരു പാരഗ്രാഫ് തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ആണ് നോക്ക് അല്ലേ. മലയാള ഭാഷ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകമാണ്. ഇനി നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡിയാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അപ്പൊ നമുക്കറിയാം തെറ്റായ ജോഡി കണ്ടെത്താൻ പറഞ്ഞാൽ 1 എന്ന ഓപ്ഷൻ എന്തായാലും ആൻസറിൽ ഉണ്ടാകണം. അപ്പൊ നമുക്കറിയാം ഇത് തെറ്റാണ്. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ശരിയാണ്. തെറ്റായ ജോഡിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും ഓപ്ഷനൊക്കെ മാറ്റിക്കേ. മാറ്റി കണ്ടോ. ആൻസർ എത്തി. 1ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള എന്താ ആൻസർ അല്ലേ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ശരിയാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് അയ്യങ്കാളിയല്ല, അത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട്. ശ്രദ്ധിക്കണം കേട്ടോ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അരിയ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവനാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. ശ്രദ്ധിക്കണം. അപ്പൊ ഓപ്ഷൻ കണ്ടോ, പെട്ടെന്ന് എലിമിനേഷൻ ചെയ്തത് കണ്ടോ. ഇങ്ങനെ എലിമിനേഷൻ ചെയ്തിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് എലിമിനേഷൻ ചെയ്ത് പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തിങ്കളാഴ്ച മൊത്തമിട്ടിട്ട് പ്രിലിംസിന്റെ നിങ്ങൾക്ക് ഇപ്പോ VFK പ്രിലിംസ് ഇല്ല, അതേപോലെ ബെബ്കോ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന്റെ ഒക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എല്ലാ പ്രിലിംസ് ചോദ്യങ്ങളും ഇതുവരെ 2024-ലെയും 2025-ലെയും ഫുൾ പ്രിലിംസ് ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് പ്രിലിംസിന്റെ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. തിങ്കളാഴ്ച തൊട്ടിട്ട് ഡെയിലി നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് പഠിച്ചു പോകാം. കൂടെ ഒരു മൊത്തം പ്രീവിയസ് ക്വസ്റ്റ്യനും പഠിച്ചു പോകാം കേട്ടോ. താഴെ കമന്റ് ചെയ്യണം. നമുക്ക് കുറച്ച് പ്രസ്ഥാനങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമുക്ക് നോക്കാം. SNDP സ്ഥാപിച്ചത് ആരാണ്? ഞാൻ ഇവിടെ ചോദ്യം തരാം, നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. SNDP സ്ഥാപിച്ചത് ആരാണ്? NSS സ്ഥാപിച്ചത് ആരാണ് എന്ന് ചെയ്ത് നോക്കി, കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ. സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ആരാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? നെക്സ്റ്റ് വൺ, ആത്മവിദ്യാസംഘം നമ്മളിപ്പോ പറഞ്ഞു, വാഗ്ഭടാനന്ദനാണ് എന്ന് പറഞ്ഞു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ നമ്മൾ പറഞ്ഞു, അത് കുമാര ഗുരുദേവനാണ് എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? കേരള പുലയ മഹാസഭ. കേരള പുലയ മഹാസഭ എല്ലാം പ്രീവിയസ് ആണ്. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം ഒക്കെ കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. തിരുവിതാംകൂർ ചേരമർ മഹാസഭ. തിരുവിതാംകൂർ ചേരമർ
മഹാസഭ, അരയ സമാജം, കൊച്ചി പുലയ മഹാസഭ, കല്യാണദായിനി സഭ, കല്യാണദായിനി സഭ, സന്മാർഗ പ്രദീപ സഭ, സന്മാർഗ പ്രദീപ സഭ, അരയ വംശോദ്ധാരിണി സഭ, അരയ വംശോദ്ധാരിണി, അരയ വംശോദ്ധാരിണി സഭ, മഹാസഭ, ആനന്ദ മഹാസഭ. കിട്ടുന്നുണ്ടോ? ആൻസർ ഒക്കെ ഇതിന് കിട്ടണം കേട്ടോ നിങ്ങൾക്ക്. അടുത്തത് ഈഴവ മഹാസഭ. എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്, അതുകൊണ്ടാണ് തരുന്നത്. സഹോദര സംഘം, വേലക്കാരൻ, ആൻസർ കിട്ടിയോ? ഇത്രയെണ്ണം ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഇവിടെ എന്തൊക്കെ ആൻസർ കിട്ടി? SNDP സ്ഥാപിച്ചതാരാ? ശ്രീനാരായണ ഗുരു ആണ് അല്ലെ. NSS സ്ഥാപിച്ചതാരാണ്? NSS സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ് അല്ലെ. മന്നത്ത് പത്മനാഭൻ. അതേപോലെ സാധുജന പരിപാലന സംഘമാരാ? അയ്യങ്കാളിയാണ് അല്ലെ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. ഇനി സമത്വ സമാജമാരാ? അത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ കേരള പുലയ മഹാസഭ പ്രീവിയസ് ചോദ്യമാണ്. ചാത്തൻ മാസ്റ്റർ ആണ് കേട്ടോ. ചാത്തൻ മാസ്റ്റർ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം SNDPയുടെ മാതൃകയിൽ കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലെ. വക്കം മൗലവി നിർന്നുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം ആരാ? ആഗമാനന്ദ സ്വാമിയാണ് കേട്ടോ. ആഗമാനന്ദ സ്വാമിയാണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ ആരാണ്? പ്രീവിയസ് ചോദ്യമാണ്. പാമ്പാടി ജോൺ ജോസഫ്. പാമ്പാടി ജോൺ ജോസഫ് ആണ്. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പനാണ് കേട്ടോ. പണ്ഡിറ്റ് കറുപ്പനാണ്. കൊച്ചി പുലയ മഹാസഭ പണ്ഡിറ്റ് കറുപ്പനാണ്. കല്യാണദായിനി സഭ പണ്ഡിറ്റ് കറുപ്പനാണ്. സന്മാർഗ പ്രദീപ സഭ പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ വംശോദ്ധാരിണി സഭ പണ്ഡിറ്റ് കറുപ്പനാണ്. ആനന്ദ മഹാസഭ ആരുടേതാണ്? ആനന്ദ മഹാസഭ ആരുടേതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി. പിന്നെ ഈഴവ മഹാസഭ ആരുടേതാണ്? ഈഴവ മഹാസഭ പൽപ്പു ആണ് കേട്ടോ. ഡോക്ടർ പൽപ്പുവിൻ്റെതാണ് ഈഴവ മഹാസഭ. സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ്? അത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണവും സഹോദരൻ അയ്യപ്പൻ്റെതാണ്. ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. അതേപോലെ നമ്മുടെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അല്ലെ, അദ്ദേഹത്തിന്റെ സംഘടനയാണ് CMI സഭ അല്ലെ. CMI സഭ ആരുടേതാണ്? ചാവറ അച്ഛൻ്റെതാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ്റെതാണ് CMI സഭ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചതൊക്കെ നന്നായിട്ട് പഠിക്കണം. തന്നിട്ടുള്ള സംഘടനകളൊക്കെ നന്നായിട്ട് പഠിക്കണം. ഇപ്പൊ CMI സഭ ആരാണ്? ഞാൻ ഒന്ന് റിവിഷൻ ചെയ്തു തരാം കേട്ടോ. CMI സഭ ആരാണ്? ചാവറ അച്ഛനാണ് അല്ലെ. ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ ഈഴവ സമാജം പൽപ്പു ആണ്. വൈകുണ്ഠ സ്വാമികളുടേത് ഏതാ പറഞ്ഞ? സമത്വ സമാജമാണ് കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഈ സമത്വ സമാജം സ്ഥാപിച്ചത്
1836 അത് പ്രീവിയസ് ചോദ്യമാണ്. 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത്. SNDP എപ്പോഴാണ് സ്ഥാപിക്കുന്നത്? SNDP എപ്പോഴാ? 1903 കേട്ടോ. 1903 സാധുജന പരിപാലന സംഘം അയ്യങ്കാളി സ്ഥാപിക്കുന്ന പ്രീവിയസ് ചോദ്യമാണ്. 1907 കേട്ടോ. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് 1907. പിന്നെ ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദനാണ്. അത് പ്രീവിയസ് ചോദ്യമാണ്. ആത്മവിദ്യാസംഘം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1917 തന്ന വർഷങ്ങൾ മാത്രമേ, ചോദിച്ച വർഷങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ പഠിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് താഴെ തന്നിരിക്കുന്ന 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരി ഏത് എന്നാണ് ചോദ്യം. ശരിയായത് ഏതാണ്? കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ് എന്ന് പറയുന്നുണ്ട്. ഡൽഹിയിലല്ല നാനാ സാഹിബ് നേതൃത്വം കൊടുത്തത്, കാൺപൂരാണ് നേതൃത്വം കൊടുത്തത് കേട്ടോ. അപ്പൊ ഒന്ന് തെറ്റാണ്. ഒന്ന് വരുന്ന ഓപ്ഷൻ അങ്ങോട്ട് മാറ്റി. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായിട്ട് അവതിനെ വിശേഷിപ്പിക്കപ്പെട്ടു. ശരിയാണ്. അപ്പൊ ആൻസറിൽ എന്തായാലും 2 എന്ന ഓപ്ഷൻ ഉണ്ടാകണം. അപ്പൊ ഇതിൽ ഇല്ല, അതുകൊണ്ട് അത് മാറ്റി. അടുത്തത് തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ 3 വരുന്ന ഓപ്ഷൻ. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ അറിയണം. ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഓപ്ഷൻ അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. തെറ്റാണ്. ഇൻ മെമ്മോറിയം രചിച്ചത് രാജാ രവിവർമ്മയാണ്. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത, ഈ 1859 രാജാ രവിവർമ്മയുടെ ഈ ചിത്രത്തെയാണ് അദ്ദേഹത്തിന്റെ തന്നെ ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. മനസ്സിലായി? രാജാ രവിവർമ്മയുടെ ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നായിട്ട് പരിഗണിക്കുന്ന ചിത്രമാണ് ഏത്? രാജാ രവിവർമ്മയുടെ ഇൻ മെമ്മോറിയം. ഈ ഇൻ മെമ്മോറിയത്തില് അതിലെന്താ ആ ചിത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ദുഃഖഭാവത്തിൽ നിൽക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യ ശൈലിയിൽ അദ്ദേഹത്തിന്റെ രാജാ രവിവർമ്മയുടെ പിക്ചറൊക്കെ നമുക്ക് അറിയാം അല്ലെ. ജീവനുള്ള വസ്തുക്കളെ പോലെ തോന്നും അല്ലെ, ജീവനുള്ള വ്യക്തികളെ പോലെ തോന്നും. അപ്പോ ആ ദുഃഖഭാവത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയുടെ വികാര പ്രകടനം യാഥാർത്ഥ്യ ശൈലിയിൽ അവതരിപ്പിച്ച ഒരു ചിത്രമായിട്ടാണ് ഇൻ മെമ്മോറിയത്തിന് കാണാൻ കഴിയുക 1859 കേട്ടോ. അപ്പം 3 എന്ന ഓപ്ഷൻ വരുന്നതൊക്കെ തെറ്റാണ് അല്ലെ. അതേപോലെ 1857 മെയ് 10 മീററ്റിലാണ് കലാപം. മീററ്റ് എവിടെയാ? ഉത്തർപ്രദേശ്. അത് ശരിയായ പ്രസ്താവന. ആൻസർ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന കേട്ടോ. പഠിച്ചു വെക്കാം. നമുക്ക് 1857 കലാപത്തെ കുറിച്ചിട്ട് നമ്മുടെ പുതിയ SCERT കൊടുത്തിരിക്കുന്നവർക്ക് ഒന്ന് നോക്കി പഠിക്കാം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പിടിച്ചു കുലുക്കിയ കൊടുങ്കാറ്റ് ആണ് 1857 കലാപം എന്ന് പറയുന്നത്. കൻവറും സംഘവും നദീമധ്യത്തിലേക്ക് നീങ്ങി തുടങ്ങിയപ്പോഴാണ് കരയിൽ നിന്ന് ഇംഗ്ലീഷ് പട്ടാളം വെടിവെച്ചു തുടങ്ങിയത്. കൻവർ സിംഗിന്റെ ഇടത് കൈക്ക് വെടിയേറ്റു. കൈ ഒടിഞ്ഞു തൂങ്ങി. കൻവർ സിംഗ് പിന്നെ മടിച്ചില്ല. ആ സാഹസികൻ അരികിൽ തിരികെ കടാരയെടുത്ത് നിഷ്പ്രയോജനമായ ഭുജം വെട്ടിക്കളഞ്ഞു. ഗംഗാമാതാവിന് ഇത് ഞാൻ തർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മുറിച്ചെടുത്ത അവയവഭാഗം നദിയുടെ കയത്തിലേക്ക് വീശി എറിഞ്ഞത്. കണ്ടോ? ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കുറിച്ചിട്ട് നമുക്ക് ഇവിടെ കൻവർ സിംഗിന്റെ ഇടത് കൈനെ എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാരും വെടിവെച്ച് ഇടാണ്. അപ്പൊ ആ കൈനെ അദ്ദേഹം തന്നെ തന്റെ ഭുജം വെട്ടിക്കളഞ്ഞിട്ട് ഗംഗാമാതാവിന് സമർപ്പിക്കുകയാണ്. 1857 കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കൻവർ സിംഗിന്റെ ധീരതയെ കുറിച്ചിട്ടുള്ള വാക്കുകളാണ്. എന്തിനായിരിക്കാം കൻവർ സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്? എന്തിനായിരിക്കാം? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വായിക്കുന്ന പോയിന്റുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഇതൊക്കെ അങ്ങോട്ട് ഇടും. 4-5 സ്റ്റേറ്റ്മെന്റുകൾ അതിൽ വരുന്ന സമയത്ത് അവിടെ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. നല്ല രീതിയിൽ ഓരോ പോയിന്റും നല്ല രീതിയിൽ നല്ല സ്പാർക്കായിട്ട് ഞാൻ വായിച്ചു തരാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഇന്ത്യയുടെ പല ഭാഗത്തും ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അത്തരം പോരാട്ടങ്ങളെയെല്ലാം കമ്പനി പട്ടാളം അടിച്ചമർത്തി. എന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരർ ഈ കലാപത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. പ്രീവിയസ് ചോദ്യമാണ്. പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർക്ക് PSC ഇറങ്ങിയ പുതിയതായി കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്.
പഠിച്ച് തഴമ്പിച്ച് നിൽക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും അല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? 1857 കലാപമാണ്. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. വിവിധ ജനവിഭാഗങ്ങളെ കലാപത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരിക്കാം? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി അല്ലെ? അവരുടെ ഭരണപരിഷ്കാരങ്ങൾ തന്നെയാണ് ഇത്രയും ആക്രമണത്തിനൊക്കെ കാരണമാവുന്നത് അല്ലെ? ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമവും. മനസ്സിലാക്കണം, സൈനിക സഹായ വ്യവസ്ഥ എന്ന ബ്രിട്ടീഷ് നയവും ദത്തവകാശ നിരോധന നിയമം എന്ന നയവും ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളായിരുന്നു. അത് കലാപത്തിന് കാരണമായി. എന്താണ് സൈനിക സഹായ വ്യവസ്ഥ? സബ്സിഡിയറി അലയൻസ് പോളിസി എന്താണ്? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പാക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു വെല്ലസ്ലി പ്രഭു കൊണ്ടുവന്നതാണ് സൈനിക സഹായ വ്യവസ്ഥ. വെല്ലസ്ലി നടപ്പാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇത് പ്രകാരം എന്താണ് ഈ സൈനിക സഹായ വ്യവസ്ഥയിൽ പറയുന്നത്? ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടിയിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് വ്യവസ്ഥകൾ? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കുന്നതൊക്കെ നാട്ടുരാജ്യങ്ങൾ ചെയ്യണം എന്നാ പറയുന്നത്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് സമ്മതിക്കോ? ഇല്ല അല്ലെ? കമ്പനിയുടെ അനുമതി ഇല്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇത് 3 പഠിക്കണേ, 3 സ്റ്റേറ്റ്മെന്റും പഠിച്ചു വെക്കണേ. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് എന്താണ്? ഈ സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് ഈ നാട്ടുരാജാക്കന്മാര് അവരുടെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായിട്ട് പാർപ്പിക്കണം എന്ന്. അതേപോലെ അവർക്കുള്ള എല്ലാ ചെലവും രാജാവ് വഹിക്കണം. ഇപ്പോ വേറെ ഈ ഇംഗ്ലീഷുമായിട്ട് ആരും അല്ലാതെ വേറെ ഒരു യൂറോപ്യൻ ശക്തിയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടാനായിട്ട് പാടില്ല. അതേപോലെ ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പിലാക്കാൻ പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്തെ ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. നല്ല വ്യവസ്ഥയാണ് അല്ലെ? അപ്പൊ ഇതിനൊക്കെ കൊണ്ടു തന്നെയാണ് കലാപം പൊട്ടിപ്പുറപ്പെടാനുണ്ടായത്. അതേപോലെ ദത്തവകാശ നിരോധനം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് നോക്കാം. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് കുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജാവിന്റെ അധികാരം ഇല്ലാതെ. ഒരു രാജാവിന് ആൺകുട്ടികളില്ല എങ്കിൽ തൊട്ടടുത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിനെ ദത്തെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് ഡൽഹൌസി പ്രഭു എന്ത് ചെയ്തു? നിർത്തലാക്കി. എന്തിനാ ഈ ആൺകുട്ടികളെ ദത്തെടുക്കുന്നത്? പിന്തുടർച്ചാവകാശം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ? അങ്ങനെ അനന്തരാവകാശം ഇല്ലാതായി കഴിഞ്ഞാൽ എന്താകും? ആ നാട്ടുരാജ്യം ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാലോ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നയമായിരുന്നു. ഈ 2 നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നോക്കിക്കേ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിന്റെ മറ്റൊരു കാരണം. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യമായിരുന്നു നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവർ ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. ഇന്ത്യൻ സൈനികർ ചെയ്യേണ്ടതാണ്. കവറിൽ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടാക്കിയ ഒരു തരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബറക്പൂരിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെയായിരുന്നു. പഠിക്കണം കേട്ടോ. 1857 കലാപത്തിലെ
രക്തസാക്ഷിയാണ് ആര്? മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. മംഗൾ പാണ്ഡെ എവിടുത്തെ ബരക്പൂർ കേട്ടോ, പഠിച്ചു വെക്കണം. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ മാസം 8-ാം തീയതി ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. മാസം ഡേറ്റ് പഠിക്കണം കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റിയ വർഷം 1857 ഏപ്രിൽ മാസം 8-ാം തീയതി. 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ 1857 കലാപ സമയത്ത് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത്, നമ്മൾ നേരത്തെ ഡൽഹിയിലെ നാനാ സാഹിബ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ, ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ രണ്ടാമനാണെന്ന് പഠിക്കണം. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റ് ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കിയുണ്ടയ്ക്ക് ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേരും സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമാണ് കേട്ടോ. 2 ശക്തികളും ഐക്യത്തോടുകൂടി നിലനിന്നുകൊണ്ട് തന്നെ ഈ കലാപത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. കൻവർ സിംഗിന്റെ കഥ വായിച്ചു അല്ലെ. ഇതുപോലെ ധാരാളം ദേശസ്നേഹികൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുണ്ട്. ഇവിടെ നാനാ സാഹിബ്, താന്തിയ തോപ്പി, ബേഗം ഹസ്രത്ത് മഹൽ, ബഹദൂർ ഷാ രണ്ടാമൻ, അതേപോലെ കലാപം നടന്ന സ്ഥലം, കലാപത്തിന് നേതൃത്വം നൽകിയവർ, സവിശേഷതകൾ പഠിച്ചു വെക്കണം. ഡൽഹിയിലെ നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ രണ്ടാമനാണ്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. പ്രീവിയസ് ചോദ്യമാണ്. പ്രീവിയസ് ആണ്. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് എത്തി. പ്രീവിയസ് ചോദ്യമാണ്. ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എവിടേക്കാണ്? റങ്കൂണിലേക്കാണ്. അതേപോലെ ജനറൽ ബഖ്ത് ഖാൻ, ബഹദൂർ ഷാ രണ്ടാമന്റെ സൈനിക ജനറൽ ആയിരുന്നു ജനറൽ ബഖ്ത് ഖാൻ. രണ്ടുപേരും എവിടെയാ? ഡൽഹിയാണ് കേട്ടോ. ഇനി ഝാൻസി, റാണി ലക്ഷ്മി ബായിലെ കലാപം നടന്ന സ്ഥലം എവിടെയാണ്? ഝാൻസിയിലാണ്. കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി ബായി ആണ്. ഝാൻസിയിലെ ഭരണാധികാരിയാണ്. ഇനി കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയും കാൺപൂരിലാണ്. ഓൾ പിക്യു ആണ് കേട്ടോ. ഓൾ പിക്യു ആണ്, പഠിക്കണേ. നാനാ സാഹിബും താന്തിയ തോപ്പിയാണ്. നാനാ സാഹിബ് നോക്കിക്കെ മറാത്ത ഭരണാധികാരിയാണ്. താന്തിയ തോപ്പി നാനാ സാഹിബിന്റെ സൈനിക തലവൻ. ഗറില്ല യുദ്ധമുറകൾ, അതായത് ഒരു പ്രീവിയസ് ചോദ്യമാണ്. 1857 കലാപത്തിൽ ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് ആരെന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. താന്തിയ തോപ്പിയാണ്. ലക്നൌവിലാണ് ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം കൊടുത്തത്. അവധിലെ ഭരണാധികാരിയായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവിലെ കലാപം നടന്ന സ്ഥലം ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹൽ അവധിലെ ഭരണാധികാരിയായിരുന്നു. ഇനി ബീഹാറിലെ ആര്യയിൽ നേതൃത്വം കൊടുത്തതാണ് നമ്മൾ നേരത്തെ കൻവർ സിംഗിനെ കുറിച്ച് പറഞ്ഞില്ലേ. കൻവർ സിംഗ് ജഗദീഷ്പൂരിലെ ഒരു കർഷക പ്രഭുവായിരുന്നു കൻവർ സിംഗ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും നമ്മുടെ പഴയ SCRT ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല. പുതിയ SCRT വെച്ചിട്ടാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ ഫുള്ളും വരുന്നത്. ഈ പാരഗ്രാഫിൽ നിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് നടന്ന എക്സാമിന് വന്നിട്ടുണ്ട്. പഠിച്ചു വെക്കണം. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ് കലാപകാരികൾ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത്. ബഹദൂർ ഷാ രണ്ടാമനെയാണ്. റങ്കൂണിലേക്കാണ് അദ്ദേഹത്തെ നാട് കടത്തിയത്. പഠിക്കണം. അദ്ദേഹത്തിന്റെ സൈനിക ജനറൽ ആയിരുന്നു ബഖ്ത് ഖാൻ കേട്ടോ. അതേപോലെ ഝാൻസിയിലെ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മി ബായി ആണ്. അവര് ഝാൻസിയിലെ ഭരണാധികാരി തന്നെയായിരുന്നു. പിന്നെ കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് നാനാ സാഹിബാണ്. നാനാ സാഹിബ് മറാത്തിയിലെ ഭരണാധികാരിയായിരുന്നു. കാൺപൂരിൽ നേതൃത്വം കൊടുത്ത മറ്റൊരു വ്യക്തിയാണ് താന്തിയ തോപ്പി. നാനാ സാഹിബിന്റെ സൈനിക തലവനാണ്. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് അദ്ദേഹമാണ്. ലക്നൌവിൽ നേതൃത്വം കൊടുത്തതാണ് ബീഗം ഹസ്രത്ത് മഹൽ. അവര് അവധിലെ ഭരണാധികാരിയായിരുന്നു. ബീഹാറിലെ ആര്യയിലാണ് കൻവർ സിംഗ് നേതൃത്വം കൊടുത്തത്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു കൻവർ സിംഗ്. അതേപോലെ 1857 കലാപം, സിനിമയും സാഹിത്യവും ഒക്കെ മോഹൻ സിൻഹയുടെ 1857 കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. മോഹൻ സിൻഹയുടെ 1857 എന്ന സിനിമയും സാഹിത്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോഹൻ സിൻഹയുടെ എന്താണ്? 1857 എന്നുള്ളത്. ഇനി കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്തതാണ് മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. മനസ്സിലായോ? കൃഷ് ജഗർലമുടിയുടെയാണ് മണികർണിക. ഓക്കെ, മണികർണിക ഝാൻസി റാണിയുടെ ശരിയായ പേരാണ് അല്ലെ മണികർണിക എന്ന് പറയുന്നത്. കൃഷ് ജഗർല മുടിയുടെയാണ് മണികർണിക. ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. മഹാശ്വേതാദേവിയുടെ
മഹാശ്വേതാദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ്. 1857 കലാപം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലാണ് അമൃതം തേടി. മഹാശ്വേതാദേവിയുടേതാണ് ഝാൻസി റാണി. പഠിക്കണം. 1857 കലാപത്തിന് ചില പരിമിതികൾ നോക്കാം. എന്തൊക്കെയാണ് പരിമിതികൾ ഉണ്ടായിരുന്നത്? കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി. കലാപത്തിന് ഒരു സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടന മികവും ഇംഗ്ലീഷ് കമ്പനി സൈന്യത്തിന് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തിന് അനുകൂലിച്ചില്ല. സാധാരണക്കാരൊക്കെ അനുകൂലിച്ചു, പക്ഷെ ഒരു മധ്യവർഗം അനുകൂലിച്ചില്ല. ഇവിടെ ചോദ്യം വരും കേട്ടോ. അത് ഇങ്ങനെ ഒരു ചോദ്യമൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. നാട്ടുരാജ്യങ്ങളിലെ വനാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. അതൊക്കെ പരിമിതിയായിരുന്നു. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. ആ സ്വാധീനം ചെലുത്താൻ കാരണം എന്തൊക്കെയാണ്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. പ്രീവിയസ് ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച കലാപം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 1857 കലാപമാണ്. ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഭരണം രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായുള്ള കലാപം ഏത്? 1857 കലാപം. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. സ്റ്റേറ്റ്മെന്റ് കണ്ടോ? ഇതൊക്കെ മതി. നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിച്ചു പോയാൽ മതി. സുഖമായിട്ട് നിങ്ങൾക്ക് റാങ്ക് വാങ്ങിക്കാം കേട്ടോ. നിങ്ങൾ കാട് കയറരുത്. തരുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇന്നിപ്പോ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഈ ക്ലാസ്സുകൾ കാണാൻ റിവിഷൻ ചെയ്യുക കേട്ടോ. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. 1857 കലാപം ശ്രദ്ധേയമാകാനുള്ള കാരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു. ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായതും 1857 കലാപമാണ്. കച്ചവടത്തിനായിട്ട് വന്ന വിദേശികൾ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം നേടിയെടുത്ത് ഇതിനെതിരെ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ജനവിഭാഗങ്ങൾ നടത്തിയ ചെറുത്തുനിൽപ്പുകളും മുന്നേറ്റങ്ങളുമാണ് തുടർന്നുള്ള ദേശീയ സമരങ്ങൾക്ക് ഊർജം പകർന്നത്.